ശദീദിൽ ബത്ശി വൽ ബുർഹാൻ ഹാഫിളുദ്ദീൻ വൽ ഖുർആൻ ബിസ്മില്ലാഹി മാഷാ അല്ലാഹു കാൻ വമാ ലം യശഅ ലം യകുൻ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മഖാസിദനാ വഗ്ഫിർ ലനാ മാ മളാ യാ വാസിഅൽ കറമി നബിമാരിലെല്ലാം ഉപരിയാണ് അഹ്മദ് നബി അവരൊക്കെയും ഖമറാണ് ശംസാണ് നബി ചൊല്ല മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് മരണമെന്ന ശരണക്കേട് തരണം ചെയ്യോം നാളില് മന്നവാനൻ റസൂലുള്ളാന്റെ കാവലേഗ് റബ്ബനാ അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് സ്വീകരിക്കണേ അല്ലാഹ് ഹബീബായ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയത് നീ ഏറ്റെടുക്കണേ അല്ലാഹ് ഞങ്ങളുടെ ദുആക്ക് ഉത്തരം നൽകണേ അല്ലാഹ് അല്ലാഹു നമ്മളെ കബൂലാക്കട്ടെ അല്ലാഹു നമ്മളെ ഏറ്റെടുക്കട്ടെ നമ്മുടെ ദുആക്ക് പടച്ച റബ്ബ് ഇജാബത്ത് നൽകട്ടെ നല്ല തഖ്വയോടുകൂടെ അല്ലാഹുവിൻ്റെ അമ്പിയാക്കന്മാർ ഔലിയാക്കന്മാർ സ്വാലിഹീങ്ങളിലേക്ക് നിയ്യത്താക്കിയിട്ട് മുഅ്മിനീങ്ങളെ നല്ല തഖ്വയോടെ എല്ലാവരും അമ്പിയാക്കന്മാർ ഔലിയാക്കന്മാരിലേക്ക് നിയ്യത്താക്കിയിട്ട് ചൊല്ല് ഇലാ ഹദ്റത്തി റൂഹി നബിയിനാ വഹാദിനാ വമുൻജിനാ വമുർഷിദിനാ വമുസ്തഫാനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഇലാ ഹദ്റാത്തി സായിരിൽ അംബിയാഇ വൽ ഔലിയാഇ വൽ ഉലമാഇ വശുഹദാഇ വസിദ്ദീഖീന വസ്സാലിഹീൻ الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين
آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الله ഞങ്ങൾ ഓതിയ ഫാത്തിഹ ഇഖ്ലാസ് മുഅവ്വിദത്തൈനി നീ ആദരിച്ച നീ ബഹുമാനിച്ച മഹത്തുക്കളിലേക്ക് എത്തിക്കണേ അല്ലാഹ്. നൂറുൽ ഹുദാ കുടുംബത്തിൽ നിന്ന് പലരും മരണപ്പെട്ട് ഖബറിലുണ്ടല്ലാഹ്. ഞങ്ങളെ ഖബറാളികളിലേക്ക് ഈ മജ്ലിസിന്റെ വെളിച്ചത്തെ നീ കാണിക്കണേ അല്ലാഹ്. ഈ മജ്ലിസിന്റെ വെളിച്ചത്തെ നീ കാണിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ ഖബറാളികൾക്ക് ഖബർ സന്തോഷം നൽകണേ അല്ലാഹ്. നല്ല ഇഖ്ലാസോടുകൂടെ നല്ല അതവോടുകൂടെ അള്ളാഹു നമ്മളെ കാണുന്നുണ്ട് എന്ന ബോധത്തോടുകൂടെ എല്ലാവരും എൻ്റെ കൂടെ ചൊല്ലേ. മഹാന്മാരായ ബദരീങ്ങളെ തവസ്സുൽ വൈത്ത്, മഹാനായ ഗൗസുല്ലാദ് നിങ്ങളെ മാലാദിന്റെ മുനാജാത്ത്, മഹാനായ പള്ളിപ്പടി പാപ്പാന്റെ തവസ്സുൽ വൈത്ത്, സിയം വലിയുള്ളാഹ് മടവൂരിലെ നമ്മുടെ ശൈഖ് മഹാനായ സിയം വലിയുള്ളാന്റെ തവസ്സുൽ വൈത്ത് ചൊല്ലണമല്ലാഹ്. സാധുക്കളായ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. എല്ലാ ഗുണങ്ങൾ നേടുവാൻ കുറ്റങ്ങളെല്ലാം നീങ്ങുവാൻ സ്വർഗത്തിലൊന്നായി ചേരുവാൻ ബദരീങ്ങളാൽ തുണറബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. കടം വീടി സന്തോഷിക്കുവാൻ കുടുംബങ്ങളിൽ ഗുണം ചെയ്യുവാൻ ഖൈറായ പാതയിൽ നീങ്ങുവാൻ ബദരീങ്ങളാൽ തുണറബ്ബനാ. ദിക്റും സ്വലാത്തും നിത്യമിൽ ചെയ്ത് ഖുശൂഉം സത്യമിൽ സത്തായ ഈമാനുള്ളതിൽ ബദരീങ്ങളാൽ തുണറബ്ബനാ. സന്താന സൗഭാഗ്യത്തിനും സൗകര്യമുള്ളൊരു വീടിനും പ്രസവത്തിലെ എളുപ്പത്തിനും ബദരീങ്ങളാൽ തുണറബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. എല്ലാ ബലാഉം ആഫത്തും എടങ്ങേറുകൾ മുസ്രീബത്തും ബദരീങ്ങളെ ബറക്കത്തിനാൽ യമൈ കാക്കണം യാ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ദാഹമൗത്തത് കൂട്ടിടും ഇബ്ലീസ് കോസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണറബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്.
സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. സാധുക്കളായ ഞങ്ങളെ ദുആക്ക് ഉത്തരം നൽകണേ അല്ലാ. ഇനി ചൊല്ലേണ്ടത് മുഅ്മിനീങ്ങളെ, ഇനി ഞാനും നിങ്ങളും ചൊല്ലേണ്ടത് നല്ല അതവോടുകൂടെ അല്ലാഹു നമ്മളെ കാണുന്നുണ്ട് എന്ന ബോധത്തോടുകൂടെ ചൊല്ലേണ്ടത് മഹാനായ ഗൗസുല്ലാദ തങ്ങളെ മുഹിയുദ്ദീൻ മാലയാണ്. ബദരീങ്ങളെ കാവല് കൊണ്ട്, ബദരീങ്ങളെ മദദ് കൊണ്ട്, ബദരീങ്ങളെ നസ്റ് കൊണ്ട്, ബദരീങ്ങളെ നദറ് കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാ തിരുപേരും സ്തുതിയും സ്വലവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത വേദാംബർ അലം ഉടയവൻ ഏകല്ലാരുളാലേ ആയേ മുഹമ്മദാ വർക്കിലെ ആണോവർ എല്ലാ കീഴ ഈലോ ഭംഗിയിലെ ആയോവർ എല്ലാ തീശയിലും കേളി മികച്ചോവർ സുൽത്താനുൽ ഔലിയ എന്ന് പേരുള്ളോവർ സയ്യിദാവർ തായും ബാവയും മാണോവർ ഖബറകത്തുസ്താദേ കുറവാക്കി കണ്ടാരേ ഖബറകം നിന്നിട്ട് നീക്കിച്ച് വെച്ചോവർ എന്നെ പിടിച്ചവർ ഏതും പേടിക്കേണ്ട എന്നെ പിടിച്ചോർക്ക് ഞാൻ കാവലെന്നോവർ വല്ല നീലത്തീന്നോ എന്നെ വിളിപ്പോർക്ക് വായൂടാതു തീരം ചെയ്യും ഞാനെന്നോവർ ബിൽ ഖുതുബി റബ്ബാനി വൽ ഗൗസി സ്വദാനി നജ്ജിനാ മിൻ കുല്ലി ആഫാതി യാ അല്ലാഹ്. മുഅ്മിനീങ്ങളെ, നല്ല അദബിലായി എല്ലാവരും തലയൊക്കെ മറച്ച് നല്ല അച്ചടക്കത്തോടുകൂടെ ഇരിക്കുന്നുണ്ടല്ലോ. മഹാന്മാരെയാണ് വിളിക്കുന്നത്. റമദാനാണ് പടിവാതിലിൽ എത്തി നിൽക്കുന്നത്. മുഅ്മിനീങ്ങളെ, മഹാന്മാരെ പുകഴ്ത്തുന്നത് പാപങ്ങളെ പൊറുക്കാനുള്ള കാരണമാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പഠിപ്പിച്ചു തന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഇഖ്ലാസോടുകൂടെ ഞാൻ തെറ്റ് ചെയ്തവനാണ്. ഓരോ ദിവസങ്ങളിലും ഒരുപാട് തെറ്റുകളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ റബ്ബ് എനിക്ക് പുറത്തു തരാൻ തയ്യാറാണ്. ഞാൻ അല്ലാഹുവിനോട് മാപ്പിരന്നാൽ മതിയല്ലോ. മുഅ്മിനീങ്ങളെ, ആ ഒരു ചിന്തയോടുകൂടെ എല്ലാവരും അവസാനം വരെ പങ്കെടുക്കണം. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. നല്ല ഇഖ്ലാസിൽ എല്ലാവരും കൈകൾ ഉയർത്തിപ്പിടിച്ചേ. മുത്താൽ പാടച്ച ദുനിയാവിൽ നിൽക്കും നാൾ മൂപ്പർ മുഹിയുദ്ദീൻ കാവലിലെ അല്ലാഹ് കാലം അസ്റായിൽ മൗത്ത് വാങ്ങും നാളിൽ കരുത്തർ മുഹിയുദ്ദീൻ കാവലിലെ അല്ലാഹ് പേടി പേരുത്ത കാബറാകം പോകും നാൾ പെറുപറ്റ മുഹിയുദ്ദീൻ കാവലിലെ അല്ലാഹ് നരകം ആദേളും കോരോദം മികച്ചേ നാൾ നലവർ മുഹിയുദ്ദീൻ കാവലിലെ അല്ലാഹ് ഖോജാ ശഫാഅത്തിൽ മുഹിയുദ്ദീൻ തൻ കൂടെ കൂട്ട് സുബർഗത്തിൽ അലം മുടയോനെ ഖോജാ വേദാംബരെ മങ്ങ
മംഗലം കാണുവാൻ മംഗല വേലകൾ കാണുവാനേകല്ല എന്നെയും എന്നോടെ ഉമ്മയും ബാവയും അറിവൈ പഠിപ്പിച്ചേ ഉസ്താദ്മാരെയും എന്നെയും മറ്റുള്ള മുഅ്മിൻ എല്ലാരെയും എങ്കൾ നബിന്റെ ശഫാഅത്തിൽ കൂട്ടല്ല പിശയേറെ ചെയ്ത് നടന്നോരടിയാന്റെ പിശയും പോറുത്ത് നീ റഹ്മത്തിൽ കൂട്ടല്ല എല്ലാ പിശയും പോറുക്കുന്ന നായനെ ഏറ്റം പോറുത്ത് കൃപ ചെയ്യല്ല നല്ല സ്വലവാത്തും നല്ല സലാമായും എങ്കൾ ഹബീബോരിലേക്ക് പെരിയോനെ നല്ല സ്വലവാത്തും നല്ല സലാമായും എങ്കൾ ഹബീബോരിലേക്ക് പെരിയോനെ ബിൽഖുതുബി റബ്ബാനി വൽഗൗസി സ്വമദാനി നജ്ജീനാ മിൻ കുല്ലി ആഫാതി യാ അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. ആമീൻ പറ. ഒരു മടിയും ആരും കാണിക്കണ്ട. നമുക്കൊക്കെ പ്രയാസങ്ങളുണ്ട് മുഅ്മിനീങ്ങളെ. ചിലപ്പോ ഈ ദുനിയാവിൽ നല്ല സന്തോഷമുള്ള ജീവിതമായിരിക്കും, സമ്പത്ത് കിട്ടുന്നുണ്ടാകും, സമാധാനം കിട്ടുന്നുണ്ടാകും. ഇനി അങ്ങോട്ടൊരു ലോകമുണ്ട്, ഖബർ എന്ന് പറയുന്നൊരു ലോകം. കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ അങ്ങനത്തെ ഒരു ലോകം. മെടയ്ക്കു പകരം മാളമാ സുബ്ഹാനാ റബ്ബി അതിൽ കിടക്കേണ്ടതാണ് അസ്മാനാ. ചിതലും പുഴുക്കള് താവളം പെരുത്തുണ്ടതേ സന്തോഷമാണവകൾക്ക് നീ ചെല്ലുന്നതേ. ആ ഖബർ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. ആ ഖബറിലെ അവസ്ഥ എന്താണെന്ന് പറയാൻ എന്നെ കൊണ്ടോ നിങ്ങളെ കൊണ്ടോ കഴിയില്ല. അവിടുത്തെ സന്തോഷം വേണമെന്ന് നീയത്ത് വെച്ച് എല്ലാവരും മജ്‌ലിസിൽ പങ്കെടുത്ത് പടച്ച റബ്ബേ നിലമലുള്ള ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമോളടക്കം ഈ മജ്‌ലിസിലെ പലരും ഖബറിലുണ്ടല്ലോ. ഈ മജ്‌ലിസ് കണ്ടിരുന്ന കേട്ടിരുന്ന പലരും ഖബറിലാണല്ലോ. അവരെ ഖബറിലേക്ക് ഈ മജ്‌ലിസിന്റെ വെളിച്ചത്തെ എത്തിക്കണേ അല്ലാഹ്. ഞങ്ങളെ പള്ളി ഖബർസ്ഥാനുകളിലെ ഖബറാളികളിലേക്ക് ഈ സദസ്സിന്റെ വെളിച്ചത്തെ നീ കാണിക്കണേ അല്ലാഹ്. ഇനി ചെയ്യേണ്ടത് മുഅ്മിനീങ്ങളെ പള്ളിപ്പടി പാപ്പാന്റെ തവസ്സുൽ ബൈത്താണ് ചൊല്ലിക്കോ. 11 ഫാത്തിഹകൾ എല്ലാവരും ഓതുന്നുണ്ടല്ലോ. വിളിച്ചവരാരും ഇതുവരെ പരാജയപ്പെടേണ്ടി വന്നിട്ടില്ല. വിളിക്കേണ്ട പോലെ മഹാനായ പള്ളിപ്പടി പാപ്പാനെ വിളിച്ചവര് പരാജയപ്പെട്ട ചരിത്രമില്ല. വിളിച്ചോ. അല്ലാഹു അക്ബർ നൂറാനി അഹ്മദ് നബിയിൽ സ്വല്ലല്ലാഹു ഗൗസുൽ അഅ്ലം മുഹിയദ്ദീൻ പള്ളി പടി വലി റളിയല്ലാഹ്. കണ്ണിനു കണ്ണാം വലിയോരേ കാതിൽ സുഖമൊഴുകും പേരേ കൽബിൽ കുളിർമ പൊൻപൂവേ പള്ളി പടി വലി റളിയല്ലാഹ്. പള്ളിപ്പടിയിൽ മറഞ്ഞോരേ ഫളുകളുടയ മഹാനോരേ പാരിനുടയവനേകൻ തന്നുടെ ഇഷ്ടകനിയാം പൂമാനേ നാടിൻ ഇസ്സത്തായവരേ ഇഷ്കിൽ വഴി ചേർന്നുള്ളവരേ ഇഹ പരമോക്ഷം നേടി സുബർക്കം തേടി മറഞ്ഞ മഹാനിധിയേ ദുനിയാവൻ നമരീചികതൻ മായിക വിട്ട് നടന്നോരേ സൂക്കിൻ ചെളിവെള്ള കുളമകമിൽ അമ്പറു ചേർത്തൊരു പൊന്നൊളിയേ ഉള്ളാൾ തങ്ങളെ പോലൊരു വലിയ എൻ വലിയാം വള്ളി പടി വലിയ എന്നൊരു വാക്കിനുള്ളിലെ പൊരുള് പാപികൾക്ക് ആശ്വാസത്തിൻ തണല്. അല്ലാഹു അക്ബർ നൂറാനി
അഹ്മദ് നബിയിൽ സ്വല്ലല്ലാഹു ഗൗസുൽ അഅ്ലം മുഹയ്യദ്ദീൻ പള്ളി പടിവലി റളിയല്ലാഹ് അഹ്മദ് കുട്ടി മുസ്ലിയാർ ഇസ്മിൽ ചേർന്ന മഹാനോരേ പള്ളി പടിവലി എന്നോരായി മശഹൂറാൽ പുകഴായവരേ പാപക്കറപേറും കൽബിൽ പാവന തൗഹീദൂട്ടിടണേ പേടി പെരുത്ത ജഹന്നത്തെ തൊട്ടഭയം തരണം വലിയേ അജബുകളെ ഈ മറഞ്ഞോരേ ഹംദുടയോനിലടുത്തോരേ ഖൈറിനായി സവിധം വരുവോരേ കാത്തിടണേ വലിയുള്ളാവേ ഇരവിതുപാടും ഞങ്ങളിലായി തരമതുപോലെ സുവർഗത്തെ അമ്പിയ രാജരചാരത്തായി വലിയോടൊത്ത് ചേർത്തിടണേ അല്ല വലിയോടൊത്ത് ചേർത്തിടണേ ഇരവിതുപാടും ഞങ്ങളിലായി തരമതുപോലെ സുവർഗത്തെ അമ്പിയ രാജരചാരത്തായി വലിയോടൊത്ത് ചേർത്തിടണേ അല്ല വലിയോടൊത്ത് ചേർത്തിടണേ അല്ലാഹു അക്ബർ നൂറാനി അഹ്മദ് നബിയിൽ സ്വല്ലല്ലാഹു ഗൗസുൽ അഅ്ലം മുഹയ്യദ്ദീൻ പള്ളി പടിവലി റളിയല്ലാഹ് സ്വീകരിക്കണേ അല്ലാഹ് പടച്ച റബ്ബേ ഇശാ നിസ്കാരം കഴിഞ്ഞിട്ടാണ് റബ്ബേ നിന്റെ മുമ്പിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഞങ്ങൾ ഓരോരുത്തരുടെ ദുആകൾക്കും ഇജാബത്ത് നൽകി റബ്ബേ ഓരോരുത്തരുടെ മനസ്സിലും ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട് ഹലാലായ എല്ലാ ഉദ്ദേശങ്ങളും ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നീ നിറവേറ്റണേ അല്ലാഹ് നീ നിറവേറ്റണേ അല്ലാഹ് എല്ലാവരും ഒന്ന് ചൊല്ല് നല്ല അദബിലായിട്ട് നല്ല അച്ചടക്കത്തിലായിട്ട് എൻ്റെ കൂടെ തന്നെ എല്ലാവരും ഒന്ന് ചൊല്ലിക്കേ ഹബീബായ റസൂലുള്ളാഹിന്റെ മാസത്തില് റസൂലുള്ളാഹിന്റെ പേരിൽ ഒരു 33 സ്വലാത്ത് മജ്‌ലിസ് കഴിഞ്ഞാൽ കിടക്കുന്നതിന് മുമ്പ് പ്രിയമുള്ള ഉമ്മമാരെ നിങ്ങൾ 100 സ്വലാത്ത് പൂർത്തിയാക്കിയിട്ട് ഉറങ്ങണം അല്ലാഹു നമുക്കതിനുള്ള തൗഫീഖ് നൽകട്ടെ അല്ലാഹു ഭാഗ്യം നൽകട്ടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം റസൂലുള്ളാഹിന്റെ മോള് ചൊല്ലിയ സ്വലാത്താണ് അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വാഹിലി 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 اللهم صل على النور واهلي 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 الصلاة والسلام عليك يا سيدنا يا رسول الله الصلاة والسلام عليك يا سيدنا يا حبيب الله الصلاة والسلام عليك يا سيدنا يا رسول الله
അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ ഹബീബല്ലാഹ്. സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ, ഏറ്റെടുക്കണേ അല്ലാ, ഞങ്ങളെ ദുആക്ക് ഉത്തരം നൽകണേ അല്ലാ. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. നല്ല ഈമാനോടുകൂടെ നല്ല ഇഖ്ലാസോടുകൂടെ നിങ്ങൾ എല്ലാവരും മജ്ലിസിൽ പങ്കെടുക്കുന്നുണ്ടല്ലോ അല്ലേ? ഷാബാനിലെ മജ്ലിസാണ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു നമുക്കൊക്കെ നല്ല ഇജാബത്ത് നൽകട്ടെ. അല്ലാഹു നമുക്ക് ഇജാബത്ത് നൽകട്ടെ. നമ്മൾ ചോദിക്കുന്നതിനൊക്കെ അല്ലാഹു ഉത്തരം നൽകട്ടെ. സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്ത അല്ലാഹു നമ്മളെ തട്ടൂല. അല്ലാഹു നമ്മളെ തട്ടൂല. ഏതൊരു ദുആഇന്റെയും അത് ആകാശത്തിന്റെയും ഇടയിൽ ഒരു മറ ഉണ്ട്. ആ മറ നീങ്ങണമെങ്കിൽ സ്വലാത്ത് ചൊല്ലണം. സ്വലാത്ത് ചൊല്ലിയാൽ ആ മറ നീങ്ങും. ആര് ദുആ ചെയ്യുന്നുണ്ടോ അവര് സ്വലാത്ത് ചൊല്ലാതെയാണ് ദുആ ചെയ്യുന്നതെങ്കിൽ അതങ്ങനെ മറഞ്ഞു നിൽക്കും, മുകളിലേക്ക് ഉയരൂല, അള്ളാന്റെ അടുക്കൽ എത്തൂല. ഇനിയോ നമ്മുടെ ദുആ അള്ളാന്റെ അടുക്കൽ എത്തണമെങ്കിൽ റസൂലുള്ളാഹിനെ കൂടെ നമ്മൾ പരിഗണിക്കണം. ഹബീബായ തങ്ങളെ കൂടെ പരിഗണിക്കേണ്ടതുണ്ട്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. നമ്മൾ റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാൽ ആ മറ നീങ്ങി നമ്മൾ ദുആ അള്ളാഹിന്റെ അടുക്കൽ എത്തും. സ്വലാത്ത് ചെല്ലാണ്ടാണ് ദുആ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ദുആ നമ്മളിലേക്ക് തന്നെ മടക്കപ്പെടും. എന്താ വേണ്ടത് എന്ന് തീരുമാനിച്ചോളി. സ്വലാത്ത് മുറുകെ പിടിച്ചോളി. സ്വലാത്ത് റസൂലുള്ളാഹിന്റെ മാസാണ്. റസൂലുള്ളാഹിന്റെ മാസാണ്. ഇനി കൂടുതൽ പറയേണ്ടതില്ല. നമുക്ക് അസ്മാഉൽ ഹുസ്നയിലേക്ക് പ്രവേശിക്കേണ്ടതുണ്ട്. നല്ല ആത്മാർത്ഥതയിലാണ് നമ്മളൊക്കെ പങ്കെടുക്കുന്നത്. എല്ലാവരും കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ചേ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ വവഫിഖ്നാ ഫീഹി ലിസ്സിയാമി വൽ ഖിയാമി വതിലാവത്തിൽ ഖുർആൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ وبلغنا رمضان ووفقنا فيه للصيام والقيام وتلاوة القرآن. اللهم بارك لنا في رجب وشعبان وبلغنا رمضان ووفقنا فيه للصيام والقيام وتلاوة القرآن. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങളെ സദസ്സിനെ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സ് ഞങ്ങൾ പറയാതെ തന്നെ അറിയുന്നവനാണല്ലോ നീ. സങ്കടങ്ങൾ അകറ്റിത്തരണേ അല്ലാ. ഞങ്ങളെ വിഷമങ്ങൾ ദൂരീകരിക്കണേ അല്ലാ. അല്ലാഹുമ്മ സല്ലി അലൻ നൂരി വാഹിലി. ഒക്കെ നമ്മൾ ചൊല്ലിയതാണ്. അല്ലാഹു ഏറ്റെടുക്കട്ടെ. മഹാനായ പള്ളിപ്പടി ഉപ്പാപ്പാന്റെ പേരിൽ തവസ്സുൽ ബൈത്ത് ചൊല്ലിയതാണ്. അല്ലാഹു ഏറ്റെടുക്കട്ടെ. ഗൗസുല്ലാദ ഞങ്ങളുടെ പേരിൽ മുഹിയുദ്ദീൻ മാലയും മുനാജാത്തും ചൊല്ലിയതാണ്. അല്ലാഹു ഏറ്റെടുക്കട്ടെ. അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ ഉൾപ്പെടെയുള്ള അമ്പിയാക്കന്മാരെ പേരിൽ ഫാത്തിഹ ഓതിയിട്ടുണ്ട്, ഇഖ്ലാസ് മുഅവ്വിദത്തൈനി ഓതിയിട്ടുണ്ട്. ഹബീബായ തങ്ങൾ ഉൾപ്പെടെയുള്ള ബദരീങ്ങളെ തവസ്സിലാക്കിയിട്ടുണ്ട്. എല്ലാം കബൂലാക്കണേ അല്ലാ. ഞങ്ങളിതാ രോഗങ്ങളൊക്കെ മാറിക്കിട്ടാൻ വേണ്ടി, രോഗങ്ങൾ മാറാൻ വേണ്ടി അല്ലാഹുവേ നിന്റെ നാമങ്ങൾ ചൊല്ലുകയാണ്. ഇന്നൊരു ഉപ്പ അല്ലാഹുവേ പടച്ച റബ്ബേ 10 മാസത്തോളമായി ഒരൊറ്റ മുറിയിൽ കഴിയുന്നു. മഞ്ഞപ്പിത്തം ബാധിച്ച് വലിയ പ്രയാസത്തിലാണ്, വലിയ ബേജാറിലാണ്, സങ്കടത്തിലാണ്. അതുപോലെ പലരും വിളിച്ച് കരഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് അറിയിച്ചിട്ടുണ്ട്. റബ്ബേ മക്കളെ കല്യാണങ്ങൾ നടക്കാൻ, അങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞവരുണ്ട്. എല്ലാവരുടെ ഹലാലായ മുറാദുകളും ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നീ ഹാസിലാക്കി തരണേ അല്ലാ. നിങ്ങളെല്ലാവരും നല്ല തഖ്വയിൽ അസ്മാഉൽ ഹുസ്ന അല്ലാഹുവിന്റെ നാമങ്ങൾ ഫദ്കുറൂനി അദ്കുറുക്കും, നിങ്ങൾ എന്നെ ഓർത്താൽ ഞാൻ നിങ്ങളെ ഓർക്കും. വഷ്കുറൂലി, നന്ദിയാണ് ചെയ്യേണ്ടത്. വലാ തക്ഫുറു, നന്ദികേട് കാണിക്കല്ലേ മനുഷ്യ, നന്ദികേട് കാണിക്കല്ലേ മനുഷ്യ. അനുഗ്രഹങ്ങൾ തരുമ്പോൾ അതിനെതിരെ അങ്ങനെ കൊഞ്ഞനം കുത്തല്ലേ മനുഷ്യ. നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ അതും കൂടെ ഒന്ന് ആലോചിച്ച് നോക്ക്. നമുക്ക് എന്തെങ്കിലും ഇടങ്ങേറുണ്ടെങ്കിൽ അത് മാത്രം ആലോചിക്കലല്ല, അള്ളാഹ് തന്ന അനുഗ്രഹങ്ങളും കൂടെ ഒന്ന് ആലോചിച്ച് നോക്ക്. അള്ളാഹു നമുക്കതിനുള്ള തൗഫീക്കും ഭാഗ്യവും നമുക്ക് എല്ലാവർക്കും അള്ളാഹു നൽകട്ടെ. നല്ല തഖ്വയിൽ നിങ്ങളെല്ലാവരും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹുവല്ലാഹുല്ലദീ
ലാ ഇലാഹ ഇല്ലാ ഹുവ യാ അല്ലാഹ് യാ റഹ്മാനു യാ അല്ലാഹ് യാ റഹീമു യാ അല്ലാഹ് യാ മലിക്കു യാ അല്ലാഹ് യാ ഖുദ്ദൂസ് യാ അല്ലാഹ് യാ സലാമു യാ അല്ലാഹ് യാ മുഅ്മിനു യാ അല്ലാഹ് യാ മുഹൈമിനു യാ അല്ലാഹ് യാ അസീസു യാ അല്ലാഹ് യാ ജബ്ബാറു യാ അല്ലാഹ് യാ മുതകബ്ബിറു യാ അല്ലാഹ് യാ ഖാലിഖു യാ അല്ലാഹ് യാ ബാരിഉ യാ അല്ലാഹ് യാ മുസവ്വിറു യാ അല്ലാഹ് യാ ഗഫാറു യാ അല്ലാഹ് യാ ഖഹാറു യാ അല്ലാഹ് യാ വഹാബു യാ അല്ലാഹ് യാ റസ്സാഖു യാ അല്ലാഹ് യാ ഫത്താഹു യാ അല്ലാഹ് യാ അലീമു യാ അല്ലാഹ് യാ ഖാബിദു യാ അല്ലാഹ് യാ ബാസിതു യാ അല്ലാഹ് യാ ഖാഫിദു യാ അല്ലാഹ് യാ റാഫിഉ യാ അല്ലാഹ് യാ മുഇസ്സു യാ അല്ലാഹ് യാ മുദില്ലു യാ അല്ലാഹ് യാ സമീഉ യാ അല്ലാഹ് യാ ബസീറു യാ അല്ലാഹ് യാ ഹകമു യാ അല്ലാഹ് യാ അദ്ലു യാ അല്ലാഹ് യാ ലത്തീഫു യാ അല്ലാഹ് യാ ഖബീറു യാ അല്ലാഹ് യാ ഹലീമു യാ അല്ലാഹ് യാ അലീമു യാ അല്ലാഹ് യാ ഗഫൂറു യാ അല്ലാഹ് യാ ശകൂറു യാ അല്ലാഹ് യാ അലിയു യാ അല്ലാഹ് യാ കബീറു യാ അല്ലാഹ് യാ ഹഫീദു യാ അല്ലാഹ് യാ മുഖീതു യാ അല്ലാഹ് യാ ഹസീബു യാ അല്ലാഹ് യാ ജലീലു യാ അല്ലാഹ് യാ കരീമു യാ അല്ലാഹ് യാ റഖീബു യാ അല്ലാഹ് യാ മുജീബു യാ അല്ലാഹ് യാ വാസിഉ യാ അല്ലാഹ് യാ ഹകീമു യാ അല്ലാഹ് യാ വദൂദു യാ അല്ലാഹ് യാ മജീദു യാ അല്ലാഹ് യാ ബാഇസു യാ അല്ലാഹ് യാ ഷഹീദു യാ അല്ലാഹ് യാ ഹഖു യാ അല്ലാഹ് യാ വക്കീലു യാ അല്ലാഹ് യാ ഖവിയ്യു യാ അല്ലാഹ് യാ മതീനു യാ അല്ലാഹ് യാ വലിയു യാ അല്ലാഹ് യാ ഹമീദു യാ അല്ലാഹ് യാ മുഹ്സി യാ അല്ലാഹ് യാ മുബ്ദിഉ യാ അല്ലാഹ് യാ മുഈദു യാ അല്ലാഹ് യാ മുഹ്യി യാ അല്ലാഹ് യാ മുമീതു യാ അല്ലാഹ് യാ ഹയ്യു യാ അല്ലാഹ് യാ ഖയ്യൂമു യാ അല്ലാഹ് യാ വാജിദു യാ അല്ലാഹ് യാ മാജിദു യാ അല്ലാഹ് യാ വാഹിദു യാ അല്ലാഹ് യാ അഹദു യാ അല്ലാഹ് യാ സമദു യാ അല്ലാഹ് യാ ഖാദിറു യാ അല്ലാഹ് യാ മുഖ്തദിറു യാ അല്ലാഹ് യാ മുഖദ്ദിമു യാ അല്ലാഹ് യാ മുഅഖിറു യാ അല്ലാഹ് യാ അവ്വലു യാ അല്ലാഹ് യാ ആഖിറു യാ അല്ലാഹ് യാ ളാഹിറു യാ അല്ലാഹ് യാ ബാത്തിനു യാ അല്ലാഹ് യാ വാലി യാ അല്ലാഹ് യാ മുതഅലി യാ അല്ലാഹ് യാ ബർറു യാ അല്ലാഹ് യാ തവ്വാബു യാ അല്ലാഹ് യാ മുൻതഖിമു യാ അല്ലാഹ് യാ അഫ്വു യാ അല്ലാഹ് യാ റഊഫു യാ അല്ലാഹ് യാ മാലിക്കൽ മുൽക്കി യാ അല്ലാഹ് യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് يا مقسط يا الله يا جامع يا الله يا غني يا الله يا مغني يا الله يا مانع يا الله يا الله يا الله يا نافع يا الله يا نور يا الله يا هادي يا الله يا بديع يا الله يا باقي يا الله يا وارث يا الله يا رشيد يا الله يا سمور يا الله الذي لم يلد ولم يولد ولم يكن له كفوا احد അല്ലാഹുവേ പടച്ച റബ്ബേ സകല രോഗങ്ങളും ശിഫയാക്കണേ അല്ലാഹ് താങ്ങാൻ കഴിയാത്ത ഒരു രോഗവും നൽകല്ലേ അല്ലാഹ് അല്ലാഹുവേ ഞങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കല്ലേ അല്ലാഹ് രണ്ടാമത് അസ്മാഉൽ ഹുസ്ന എല്ലാവരും ചൊല്ല് എല്ലാ സാമ്പത്തിക ഇടപാടുകളിൽ നിന്നും രക്ഷപ്പെട്ട് കിട്ടണം സാമ്പത്തിക പ്രയാസങ്ങൾ മാറി കിട്ടണം നിയ്യത്താക്കിക്കോ ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ യാ അല്ലാഹ് യാ റഹ്മാൻ യാ അല്ലാഹ് യാ റഹീം യാ അല്ലാഹ് യാ മലിക് യാ അല്ലാഹ് യാ ഖുദ്ദൂസ് യാ അല്ലാഹ് യാ സലാം യാ അല്ലാഹ് യാ മുഅ്മിൻ യാ അല്ലാഹ് യാ മുഹൈമിൻ യാ അല്ലാഹ് യാ അസീസ് യാ അല്ലാഹ് യാ ജബ്ബാർ യാ അല്ലാഹ് യാ മുതകബ്ബിർ യാ അല്ലാഹ് യാ ഖാലിഖ് യാ അല്ലാഹ് യാ ബാരിഉ യാ അല്ലാഹ് യാ മുസവ്വിർ യാ അല്ലാഹ് യാ ഗഫാർ യാ അല്ലാഹ് യാ ഖഹാർ യാ അല്ലാഹ് യാ വഹാബ് യാ അല്ലാഹ് യാ റസ്സാഖ് യാ അല്ലാഹ് യാ ഫത്താഹ് യാ അല്ലാഹ് യാ അലീം യാ അല്ലാഹ് യാ ഖാബിദ് യാ അല്ലാഹ് യാ ബാസിത് യാ അല്ലാഹ് യാ ഖാഫിദ് യാ അല്ലാഹ് യാ റാഫിഉ യാ അല്ലാഹ് യാ മുഇസ്സു യാ അല്ലാഹ് യാ മുദില്ലു യാ അല്ലാഹ് യാ സമീഉ യാ അല്ലാഹ് യാ ബസീർ യാ അല്ലാഹ് യാ ഹക്കമു യാ അല്ലാഹ് യാ അദ്ലു യാ അല്ലാഹ് യാ ലത്തീഫ് യാ അല്ലാഹ് യാ ഖബീർ യാ അല്ലാഹ് യാ ഹലീം യാ അല്ലാഹ് യാ അലീം യാ അല്ലാഹ് യാ ഗഫൂർ യാ അല്ലാഹ് യാ ശകൂർ യാ അല്ലാഹ് യാ അലിയു യാ അല്ലാഹ്
الله يا كبير يا الله يا حفيظ يا الله يا مقيت يا الله يا حسيب يا الله يا جليل يا الله يا كريم يا الله يا رقيب يا الله يا مجيب يا الله يا واسع يا الله يا حكيم يا الله يا ودود يا الله يا مجيد يا الله يا باعث يا الله يا شهيد يا الله يا حق يا الله يا وكيل يا الله يا قوي يا الله يا متين يا الله يا ولي يا الله يا حميد يا الله يا محيي يا الله يا مبدئ يا الله يا معيد يا الله يا محيي يا الله يا مميت يا الله يا حي يا الله يا قيوم يا الله يا واجد يا الله يا ماجد يا الله يا واحد يا الله يا أحد يا الله يا صمد يا الله يا قادر يا الله يا مقتدر يا الله يا مقدم يا الله يا مؤخر يا الله يا أول يا الله يا آخر يا الله يا ظاهر يا الله يا باطن يا الله يا والي يا الله يا متعالي يا الله يا بر يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله يا مقسط يا الله يا جامع يا الله يا غني يا الله يا مغني يا الله يا مانع يا الله يا الله يا الله يا نافع يا الله يا نور يا الله يا هادي يا الله يا بديع يا الله يا باقي يا الله يا وارث يا الله يا رشيد يا الله يا صبور يا الله الذي لم يلد ولم يولد ولم يكن له كفوا أحد. الحمد لله 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 ثم الحمد لله. يا الله يا الله فرجنا من وبا يا الله يا الله فرحنا بالنوبة بأسمائك الحسنى انصرنا يا الله عجلنا بالفتح يا الله يا الله. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു നമ്മുടെ ദുആക്ക് ഉത്തരം നൽകട്ടെ. മുഅ്മിനീങ്ങളെ, ഇനി ചൊല്ലേണ്ടത്, ഇനി എല്ലാവരും നല്ല അദബോടുകൂടെ നല്ല അച്ചടക്കത്തോടുകൂടെ ചൊല്ലേണ്ടത് മൂന്നാമത്തെ അസ്മാഉൽ ഹുസ്നയാണ്. സാമ്പത്തികമായി ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ അല്ലാ, ഹറാമായ സമ്പത്തുകൾ തന്ന് പരീക്ഷിക്കല്ലേ അല്ലാ. അല്ലാഹുവേ, പണത്തോടുള്ള ആർത്തി ഞങ്ങളെ മനസ്സിൽ നൽകല്ലേ അല്ലാ. എത്ര കിട്ടിയാലും മതിയാകാത്ത നിലക്കുള്ള പണത്തോടുള്ള വെറി ഞങ്ങളെ മനസ്സിൽ നൽകല്ലേ അല്ലാ. ജീവിക്കാൻ ആവശ്യമായ സമ്പത്ത്, ജീവിക്കാൻ ആവശ്യമായ സമ്പത്ത്, ഭാര്യ മക്കളെ മാതാപിതാക്കളെ നോക്കാനുള്ള സമ്പത്ത് ഞങ്ങളെ കൈകളിലേക്ക് എത്തിക്കണേ അല്ലാ. നിന്റെ ദീനീ കാര്യങ്ങളിൽ ഇടപെടാൻ ഞങ്ങൾക്ക് സമ്പത്ത് നൽകണേ അല്ലാ. പാവപ്പെട്ട മക്കൾക്ക് കൊടുക്കാൻ, അല്ലാഹുവേ, ഭർത്താക്കന്മാരില്ലാത്ത വിധവകൾക്ക് കൊടുക്കാൻ, ബാപ്പയില്ലാത്ത യതീമായ ഉമ്മയില്ലാത്ത ലത്തീമായ മക്കൾക്ക് കൊടുക്കാൻ ഞങ്ങളെ കൈകളിൽ സമ്പത്ത് നൽകണേ അല്ലാ. ഹലാലായ സമ്പത്ത് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കുടുംബ ബന്ധങ്ങളിൽ ഖൈറുണ്ടാകണം നിയ്യത്താക്ക്. കുടുംബ ബന്ധങ്ങളിൽ ഖൈറുണ്ടാകണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ യാ അല്ലാഹ് യാ റഹ്മാനു യാ അല്ലാഹ് യാ റഹീമു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ് യാ ഖുദ്ദൂസ് യാ അല്ലാഹ് യാ സലാമു യാ അല്ലാഹ് യാ മുഅ്മിനു യാ അല്ലാഹ് യാ മുഹൈമിനു യാ അല്ലാഹ് യാ അസീസു യാ അല്ലാഹ് യാ ജബ്ബാറു യാ അല്ലാഹ് യാ മുതകബ്ബിറു യാ അല്ലാഹ് യാ ഖാലിഖു യാ അല്ലാഹ് യാ ബാരിഉ യാ അല്ലാഹ് യാ മുസവ്വിറു യാ അല്ലാഹ് യാ ഗഫാറു യാ അല്ലാഹ് യാ
യാ ഖഹാറു യാ അല്ലാഹ് യാ വഹാബു യാ അല്ലാഹ് യാ റസാഖു യാ അല്ലാഹ് യാ ഫത്താഹു യാ അല്ലാഹ് യാ അലീമു യാ അല്ലാഹ് യാ ഖാബിദു യാ അല്ലാഹ് യാ ബാസിതു യാ അല്ലാഹ് യാ ഖാഫിദു യാ അല്ലാഹ് യാ റാഫിഉ യാ അല്ലാഹ് യാ മുഇസ്സു യാ അല്ലാഹ് യാ മുദില്ലു യാ അല്ലാഹ് യാ സമീഉ യാ അല്ലാഹ് യാ ബസീറു യാ അല്ലാഹ് യാ ഹക്കമു യാ അല്ലാഹ് യാ അദ്ലു യാ അല്ലാഹ് യാ ലത്തീഫു യാ അല്ലാഹ് യാ ഖബീറു യാ അല്ലാഹ് യാ ഹലീമു യാ അല്ലാഹ് യാ അലീമു യാ അല്ലാഹ് യാ ഗഫൂറു യാ അല്ലാഹ് യാ ശക്കൂറു യാ അല്ലാഹ് യാ അലിയു യാ അല്ലാഹ് യാ കബീറു യാ അല്ലാഹ് യാ ഹഫീദു യാ അല്ലാഹ് യാ മുഖീതു യാ അല്ലാഹ് യാ ഹസീബു യാ അല്ലാഹ് യാ ജലീലു യാ അല്ലാഹ് യാ കരീമു യാ അല്ലാഹ് യാ റഖീബു യാ അല്ലാഹ് യാ മുജീബു യാ അല്ലാഹ് യാ വാസിഉ യാ അല്ലാഹ് യാ ഹകീമു യാ അല്ലാഹ് യാ ബദൂദു യാ അല്ലാഹ് യാ മജീദു യാ അല്ലാഹ് യാ ബാഇസു യാ അല്ലാഹ് യാ ശഹീദു യാ അല്ലാഹ് യാ ഹഖു യാ അല്ലാഹ് യാ വക്കീലു യാ അല്ലാഹ് യാ ഖവിയ്യു യാ അല്ലാഹ് യാ മതീനു യാ അല്ലാഹ് യാ വലിയ്യു യാ അല്ലാഹ് യാ ഹമീദു യാ അല്ലാഹ് യാ മുഹ്സി യാ അല്ലാഹ് യാ മുബ്ദിഉ യാ അല്ലാഹ് യാ മുഈദു യാ അല്ലാഹ് യാ മുഹീ യാ അല്ലാഹ് യാ മുമീതു യാ അല്ലാഹ് യാ ഹയ്യു യാ അല്ലാഹ് യാ ഖയ്യൂമു യാ അല്ലാഹ് യാ വാജിദു യാ അല്ലാഹ് യാ മാജിദു യാ അല്ലാഹ് യാ വാഹിദു യാ അല്ലാഹ് യാ അഹദു യാ അല്ലാഹ് യാ സമദു യാ അല്ലാഹ് യാ ഖാദിറു യാ അല്ലാഹ് യാ മുഖ്തദിറു യാ അല്ലാഹ് യാ മുഖദ്ദിമു യാ അല്ലാഹ് യാ മുഅഖിറു യാ അല്ലാഹ് യാ അവ്വലു യാ അല്ലാഹ് യാ ആഖിറു യാ അല്ലാഹ് യാ ളാഹിറു യാ അല്ലാഹ് യാ ബാത്തിനു യാ അല്ലാഹ് يا ولي يا الله يا متعالي يا الله يا بر يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله يا مقسط يا الله يا جامع يا الله يا غني يا الله يا مغني يا الله يا مانع يا الله يا الله يا الله يا نافع يا الله يا نور يا الله يا هادي يا الله يا بديع يا الله يا باقي يا الله يا وارث يا الله يا رشيد يا الله يا صبور يا الله الذي لم يلد ولم يولد ولم يكن له كفوا أحد الحمد لله 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 ثم الحمد لله അല്ലാഹു സ്വീകരിക്കട്ടെ അല്ലാഹു യാ അല്ലാഹു يا الله يا الله فتحنا بالنوبة بأسمائك الحسنى انصرنا يا الله عجلنا بالفتح يا الله يا الله അല്ലാഹു സ്വീകരിക്കട്ടെ അല്ലാഹു ഏറ്റെടുക്കട്ടെ നമ്മുടെ ദുആക്ക് പടച്ച റബ്ബ് ഉത്തരം നൽകട്ടെ മുഅ്മിനീങ്ങളെ ഇനി ചൊല്ലേണ്ടത് നാലാമത്തെ അസ്മാഉൽ ഹുസനയാണ് ഞങ്ങളുടെ കുടുംബങ്ങളിലൊക്കെ വലിയ ബറക്കത്ത് നൽകണേ അല്ലാഹ് വലിയ സന്തോഷം നൽകണേ അല്ലാഹ് സമാധാനം നൽകണേ അല്ലാഹ് അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ് ഇനി നമുക്ക് ചൊല്ലേണ്ടത് എന്താണ് നാലാമത്തെ അസ്മാഉൽ ഹുസ്ന എന്തിനു വേണ്ടിയിട്ടാ ജോലി ഇല്ലാതെ വിഷമിക്കുന്ന ഒരുപാട് ആളുകൾ എന്നെ വിളിച്ച് സങ്കടം പറഞ്ഞിട്ടുണ്ട് ജോലി ഇല്ലാന്ന് വിഷമം പറഞ്ഞവർ എല്ലാവർക്കും ഖൈറായ ജോലി കിട്ടണം നിങ്ങൾ എല്ലാവരും നിയ്യത്താക്കുക ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ യാ അല്ലാഹ്
യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, യാ മലിക്കു യാ അല്ലാഹ്, യാ ഖുദ്ദൂസ് യാ അല്ലാഹ്, യാ സലാമു യാ അല്ലാഹ്, യാ മുഅ്മിനു യാ അല്ലാഹ്, യാ മുഹൈമിനു യാ അല്ലാഹ്, യാ അസീസു യാ അല്ലാഹ്, യാ ജബ്ബാറു യാ അല്ലാഹ്, യാ മുതകബ്ബിറു യാ അല്ലാഹ്, യാ ഖാലിഖു യാ അല്ലാഹ്, യാ ബാരിഉ യാ അല്ലാഹ്, യാ മുസവ്വിറു യാ അല്ലാഹ്, യാ ഗഫാറു യാ അല്ലാഹ്, യാ ഖഹാറു യാ അല്ലാഹ്, യാ വഹാബു യാ അല്ലാഹ്, യാ റസാഖു യാ അല്ലാഹ്, യാ ഫത്താഹു യാ അല്ലാഹ്, യാ അലീമു യാ അല്ലാഹ്, യാ ഖാബിദു യാ അല്ലാഹ്, യാ ബാസിതു യാ അല്ലാഹ്, യാ ഖാഫിദു യാ അല്ലാഹ്, യാ റാഫിഉ യാ അല്ലാഹ്, യാ മുഇസ്സു യാ അല്ലാഹ്, യാ മുദില്ലു യാ അല്ലാഹ്, യാ സമീഉ യാ അല്ലാഹ്, യാ ബസീറു യാ അല്ലാഹ്, യാ ഹകമു യാ അല്ലാഹ്, യാ അദ്ലു യാ അല്ലാഹ്, യാ ലത്തീഫു യാ അല്ലാഹ്, യാ ഖബീറു യാ അല്ലാഹ്, യാ ഹലീമു യാ അല്ലാഹ്, യാ അലീമു യാ അല്ലാഹ്, യാ ഗഫൂറു യാ അല്ലാഹ്, യാ ശകൂറു യാ അല്ലാഹ്, യാ അലിയു യാ അല്ലാഹ്, യാ കബീറു യാ അല്ലാഹ്, യാ ഹഫീദു യാ അല്ലാഹ്, യാ മുഖീതു യാ അല്ലാഹ്, യാ ഹസീബു യാ അല്ലാഹ്, യാ ജലീലു യാ അല്ലാഹ്, യാ കരീമു യാ അല്ലാഹ്, യാ റഖീബു യാ അല്ലാഹ്, യാ മുജീബു യാ അല്ലാഹ്, യാ വാസിഉ യാ അല്ലാഹ്, യാ ഹകീമു യാ അല്ലാഹ്, യാ വദൂദു യാ അല്ലാഹ്, യാ മജീദു യാ അല്ലാഹ്, യാ ബാഇസ് യാ അല്ലാഹ്, യാ ഷഹീദു യാ അല്ലാഹ്, യാ ഹഖു യാ അല്ലാഹ്, യാ വക്കീലു യാ അല്ലാഹ്, യാ ഖവിയ്യു യാ അല്ലാഹ്, യാ മതീനു യാ അല്ലാഹ്, യാ വലിയ്യു യാ അല്ലാഹ്, യാ ഹമീദു യാ അല്ലാഹ്, യാ മുഹ്സി യാ അല്ലാഹ്, യാ മുബ്ദിഉ യാ അല്ലാഹ്, യാ മുഈദു യാ അല്ലാഹ്, യാ മുഹീ യാ അല്ലാഹ്, യാ മുമീതു യാ അല്ലാഹ്, യാ ഹയ്യു യാ അല്ലാഹ്, യാ ഖയ്യൂമു യാ അല്ലാഹ്, യാ വാജിദു യാ അല്ലാഹ്, യാ മാജിദു യാ അല്ലാഹ്, യാ വാഹിദു യാ അല്ലാഹ്, യാ അഹദു യാ അല്ലാഹ്, യാ സമദു യാ അല്ലാഹ്, യാ ഖാദിറു യാ അല്ലാഹ്, യാ മുഖ്തദിറു യാ അല്ലാഹ്, യാ മുഖദ്ദിമു യാ അല്ലാഹ്, യാ മുഅഖിറു യാ അല്ലാഹ്, യാ അവ്വലു യാ അല്ലാഹ്, യാ ആഖിറു യാ അല്ലാഹ്, യാ ളാഹിറു യാ അല്ലാഹ്, യാ ബാത്തിനു യാ അല്ലാഹ്, യാ വാലി യാ അല്ലാഹ്, യാ മുതആലി യാ അല്ലാഹ്, യാ ബർറു യാ അല്ലാഹ്, യാ തവ്വാബു യാ അല്ലാഹ്, യാ മുൻതഖിമു യാ അല്ലാഹ്, യാ അഫുവു യാ അല്ലാഹ്, യാ റഊഫു യാ അല്ലാഹ്, യാ മാലികൽ മുൽക്കി യാ അല്ലാഹ്, യാ വൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്, യാ മുഖ്സിതു യാ അല്ലാഹ്, യാ ജാമിഉ യാ അല്ലാഹ്, യാ ഗനിയ്യു യാ അല്ലാഹ്, യാ മുഗ്നി യാ അല്ലാഹ്, യാ മാനിഉ യാ അല്ലാഹ്, യാ അല്ലാഹു യാ അല്ലാഹ്, യാ നാഫിഉ യാ അല്ലാഹ്, യാ നൂർ യാ അല്ലാഹ്, യാ ഹാദി യാ അല്ലാഹ്, യാ ബദീഉ യാ അല്ലാഹ്, യാ ബഖി യാ അല്ലാഹ്, യാ വാരിസു യാ അല്ലാഹ്, യാ റഷീദു യാ അല്ലാഹ്, യാ സബൂറു യാ അല്ലാഹ്, അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ചൊല്ല് അൽഹംദുലില്ലാഹ് 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 സുമ്മ അൽഹംദുലില്ലാഹ് യാ അല്ലാഹു യാ അല്ലാഹു ഫർജ്നാ മിൻ വഅബാ യാ അല്ലാഹു യാ അല്ലാഹു ഫർജ്നാ ബിന്നൂബാ ബിഅസ്മാഇകൽ ഹുസ്നാ ഉൻസുർനാ യാ അല്ലാഹ് അജ്ജിൽനാ ബിൽ ഫത്ഹി യാ അല്ലാഹു യാ അല്ലാഹ്. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അല്ലാഹുവേ, ജോലിയില്ലാത്തവർക്ക് ഖൈറായ ജോലി നൽകണേ അല്ലാ. ഉള്ള ജോലികളിലൊക്കെ ബറക്കത്ത് നൽകണേ അല്ലാ. ഇനി ചൊല്ലേണ്ടത് അഞ്ചാമത്തെ അസ്മാഉൽ ഹുസ്നയാണ്. അഞ്ചാമത്തെ അസ്മാഉൽ ഹുസ്നയാണ്. മുഅ്മിനീങ്ങളെ, ഈമാൻ സലാമത്താകണം. ഈമാൻ എന്ന് പറയുന്നത് അല്ലാഹ് നമുക്ക് തന്ന വലിയ അനുഗ്രഹമാണ്. നമ്മൾ മുസ്ലിമായത് മുഅ്മിനീങ്ങളെ നമ്മൾ ചോദിച്ചിട്ട് അല്ലാഹുവോട് പറഞ്ഞതിന് ശേഷമല്ല.
ചോദിച്ചു വാങ്ങിയ ഈമാനല്ല. ഇത് ആകാശത്ത് നിന്ന് പെയ്തിറങ്ങിയ സാധനമല്ല, ഭൂമിയിൽ നിന്ന് മുളച്ചു പൊന്തിയ സാധനമല്ല. കിളച്ചെടുക്കുന്നതോ പറിച്ചെടുക്കുന്നതോ തൂക്കി വാങ്ങിക്കുന്നതോ കടം വാങ്ങിക്കുന്നതോ ആയ വസ്തുവല്ല. ഈമാൻ എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ അടിമകൾക്ക് ഓശാരമായി നൽകുന്ന അനുഗ്രഹമാണ്. അല്ലാഹുവിന്റെ അടിമകൾക്ക് നൽകുന്ന വലിയ അനുഗ്രഹമാണ്, നിധിയാണ്. അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങളെ, ഈമാൻ സലാമത്താകണം എന്ന നിയ്യത്ത് വെച്ച് എല്ലാവരും ഒന്ന് ചൊല്ല്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹുവല്ലാഹുൽ ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ യാ അല്ലാഹ് യാ റഹ്മാനു യാ അല്ലാഹ് യാ റഹീമു യാ അല്ലാഹ് യാ മലിക്കു യാ അല്ലാഹ് യാ ഖുദ്ദൂസ് യാ അല്ലാഹ് യാ സലാമു യാ അല്ലാഹ് യാ മുഅ്മിനു യാ അല്ലാഹ് യാ മുഹൈമിനു യാ അല്ലാഹ് യാ അസീസു യാ അല്ലാഹ് യാ ജബ്ബാറു യാ അല്ലാഹ് യാ മുതകബ്ബിറു യാ അല്ലാഹ് യാ ഖാലിഖു യാ അല്ലാഹ് യാ ബാരിഉ യാ അല്ലാഹ് യാ മുസവ്വിറു യാ അല്ലാഹ് യാ ഗഫാറു യാ അല്ലാഹ് യാ ഖഹാറു യാ അല്ലാഹ് യാ വഹാബു യാ അല്ലാഹ് യാ റസ്സാഖു യാ അല്ലാഹ് يا فتاح يا الله يا عليم يا الله يا قابل يا الله يا باسط يا الله يا خافض يا الله يا رافع يا الله يا معز يا الله يا مذل يا الله يا سميع يا الله يا بصير يا الله يا حكم يا الله يا عدل يا الله يا لطيف يا الله يا خبير يا الله يا حليم يا الله يا عظيم يا الله يا غفور يا الله يا شكور يا الله يا علي يا الله يا كبير يا الله يا حفيظ يا الله يا مقيت يا الله يا حسيب يا الله يا جليل يا الله يا كريم يا الله يا رقيب يا الله يا مجيب يا الله يا واسع يا الله يا حكيم يا الله يا ودود يا الله يا مجيد يا الله يا باعث يا الله يا شهيد يا الله يا حق يا الله يا وكيل يا الله يا قوي يا الله يا متين يا الله يا ولي يا الله يا حميد يا الله يا محصي يا الله يا مبدئ يا الله يا معيد يا الله يا محيي يا الله يا مميت يا الله يا حي يا الله يا قيوم يا الله يا واجد يا الله يا ماجد يا الله يا واحد يا الله يا أحد يا الله يا صمد يا الله يا قادر يا الله يا مقتدر يا الله يا مقدم يا الله يا مؤخر يا الله يا أول يا الله يا آخر يا الله يا ظاهر يا الله يا باطن يا الله يا ولي يا الله يا متعالي يا الله يا بر يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله يا مقسط يا الله يا جامع يا الله يا غني يا الله يا مغني يا الله يا مانع يا الله يا الله يا الله يا نافع يا الله يا نور يا الله يا هادي يا الله يا بديع يا الله يا باقي يا الله يا وارث يا الله يا رشيد يا الله يا صبور يا الله الذي لم يلد ولم يولد ولم يكن له كفوا أحد. ചൊല്ല് അൽഹംദുലില്ലാഹ് 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 ثم അൽഹംദുലില്ലാഹ്. يا الله يا الله فرجنا من وباء يا الله يا الله فرجنا بالنوبة بأسمائك الحسنى انصرنا يا الله عجلنا بالفتح يا الله يا الله. അല്ലാഹു സ്വീകരിക്കട്ടെ.
അള്ളാഹു ഏറ്റെടുക്കട്ടെ, അള്ളാഹു ഉത്തരം നൽകട്ടെ. മുഅ്മിനീങ്ങളെ, ഇനി നമുക്ക് ചൊല്ലേണ്ടത് ഒരു 3 നാരിയത്ത് സ്വലാത്താണ്. റബ്ബേ, ഞങ്ങളിപ്പോൾ ചൊല്ലിയത് ഈമാനിന് വർധനവുണ്ടാവാനാണ്. ഈമാനിന് വർധനവുണ്ടായി എന്നുള്ള ഒരു തോന്നൽ ഞങ്ങളെ മനസ്സിലേക്ക് ഇട്ടു തരണേ അല്ലാ. ഓരോ ദിവസം കഴിയുന്തോറും ഈമാനികപരമായി അല്ലാഹുവേ മെച്ചപ്പെടുന്ന മുഅ്മിനീങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. എത്ര തെറ്റു ചെയ്താലും പൊറുക്കുന്ന റബ്ബാണ് നമ്മുടെ റബ്ബ്. അതുകൊണ്ട് മനസ്സറിഞ്ഞ് ആമീൻ പറയണം. ദുആ ചെയ്യുമ്പോൾ ഞാൻ തെറ്റ് ചെയ്തവനാണ്, എന്നെ റബ്ബ് പരിഗണിക്കൂല എന്ന ചിന്തയിൽ ആരും മാറി നിൽക്കണ്ട, ആരും വിട്ടു നിൽക്കണ്ട. അല്ലാഹു നമ്മളെ പരിഗണിക്കും മുഅ്മിനീങ്ങളെ. അല്ലാഹുവേ, പടച്ച റബ്ബേ, നിന്റെ ഹബീബിന്റെ പേരിൽ അതാ ഞങ്ങൾ ചൊല്ലുന്നു ഒരു 3 നാരിയത്ത് സ്വലാത്ത്. നീ ഏറ്റെടുക്കണേ അല്ലാ, ഖബൂലിയത്ത് നൽകണേ അല്ലാ, ഇജാബത്ത് നൽകണേ അല്ലാ. بسم الله الرحمن الرحيم. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. സ്വീകരിക്കണേ അല്ലാ, ഏറ്റെടുക്കണേ അല്ലാ, ദുആക്ക് ഇജാബത്ത് നൽകണേ അല്ലാ. അല്ലാഹു സ്വീകരിക്കട്ടെ. എല്ലാവരും മനസ്സറിഞ്ഞ് ആമീൻ പറയണം, ആമീൻ പറയണം. അദ്ദുആഉ സുലാഹുൽ മുഅ്മിൻ. മുഅ്മിനായ മനുഷ്യ, നിന്റെ ആയുധം അത് ദുആ ആണ്. നമ്മുടെ അപ്പുറത്തെ വീട്ടിലത്തെ ആളുകൾ നമ്മളെ വേദനിപ്പിക്കുന്നുണ്ട്, ഇപ്പുറത്തെ വീട്ടിലെ ആളുകൾ വേദനിപ്പിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും പ്രയാസപ്പെടുത്താണ്. എന്നാൽ എന്ത് വേണം? വല്ലാതെ പ്രയാസപ്പെടുത്തുകയാണെങ്കിൽ മാത്രം അള്ളാഹിനോട് പറഞ്ഞാൽ മതി. അതല്ലെങ്കിൽ അള്ളാഹിനോട് എന്ത് പറയാ? അള്ളാഹുവേ, അവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണേ എന്ന് പറയും. അള്ളാഹുവേ, അവരെ അതല്ലെങ്കിലും എന്താ പറയേണ്ടത്? അതല്ലെങ്കിൽ എന്ത് പറയാ? അള്ളാഹുവേ, അവരെ ഷർറിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ അല്ലാ, അവരിൽ നിന്നൊരു അകൽച്ച ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. അത്രമാത്രം ഷർറാണെങ്കിൽ മാത്രം. ചെറിയ ചെറിയ നിസാരമായ പ്രശ്നത്തിന് ഒരില അവിടെ നിന്ന് ഇങ്ങോട്ട് വീണു, അതിന്റെ പേരിൽ എന്ത് ചെയ്യണ്ട? തമ്മിൽ എന്ത് ചെയ്യണ്ട? ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധം നടക്കുന്ന പോലെ യുദ്ധം നടത്താൻ നിൽക്കണ്ട. ചെറിയൊരു ഇല വീണു, അല്ലെ ഇവിടുന്ന് അങ്ങോട്ട് ചപ്പിട്ടു ഇങ്ങോട്ട് ചപ്പിട്ടു എന്ന് പറഞ്ഞിട്ടൊന്നും അയൽവാസികൾ തമ്മിൽ തല്ലൂടരുത് കേട്ടോ, അടി കൂടാൻ പാടില്ല. അള്ളാഹു നല്ല ബുദ്ധി തരട്ടെ, നല്ല ബുദ്ധി തരട്ടെ ഇൻഷാ അല്ലാഹ്. നല്ല ഇഖ്ലാസോടുകൂടി നിങ്ങളൊക്കെ ആമീൻ പറഞ്ഞാൽ ഒരുപാട് പേര് പ്രത്യേകം ദുആ കൊണ്ട് അറിയിച്ചിട്ടുണ്ട്. അള്ളാഹു നമ്മളെയൊക്കെ ഏറ്റെടുക്കട്ടെ, അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക سيدنا محمد وعلى آله وأهل بيته وصحبه وسلم صلاة ترضيك وترضيه وترضى بها عنا يا أرحم الراحمين. أرحم الراحمين يا الملك الجبار يا രാജ സയ്യിദായ റബ്ബായ അല്ലാഹ്, ഞങ്ങളെ മജ്ലിസിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്, ഞങ്ങളെ മജ്ലിസിനെ നീ കബൂലാക്കണേ അല്ലാഹ്, ഞങ്ങളെ സദസ്സിനെ നീ ഏറ്റെടുക്കണേ അല്ലാഹ്, ദുആക്ക് ഇജാബത്ത് നൽകണേ അല്ലാഹ്, മാനസിക ശാരീരിക പൈശാചിക സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് കാക്കണേ അല്ലാഹ്, അറിവില്ലായ്മ കൊണ്ട് ചെയ്തുപോയ ശൈത്വാനിന്റെ കണിവരയിൽ പെട്ടുപോയി ചെയ്തുപോയ സകല തിന്മകളും വിട്ടുപുറത്ത് മാപ്പ് നൽകണേ അല്ലാഹ്. ഞങ്ങൾ നിന്റെ പാവപ്പെട്ട അടിമകളാണല്ലാ, നീ ഞങ്ങളെ ഉടമയാണ് റഹ്മാനെ, ഞങ്ങൾ നിന്റെ സൃഷ്ടികളാണല്ലാ, നീ ഞങ്ങളെ സൃഷ്ടാവാണ് റഹ്മാനെ. ഞങ്ങളെല്ലാ നിലക്കും ന്യൂനതകളും പോരായ്മകളും കുറ്റങ്ങളും കുറവുകളും അപാകതകളും ഉള്ള ശക്തരാണ് അല്ലാ, നീ എല്ലാ നിലക്കും ശക്തനാണ്, പരിശുദ്ധനാണ്, കഴിവ്
കഴിവുള്ളവനാ. നിന്റെ കഴിവിനെ അംഗീകരിച്ചുകൊണ്ട് പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ട് ഈ മുതബറക്കായ മജ്ലിസിൽ വെച്ച് നിന്റെ ദർബാറിലേക്ക് കൈകൾ ഉയർത്തി തേടുകയാണല്ലാ. ഞങ്ങളെ ദുആക്ക് ഉത്തരം നൽകണേ അല്ലാ. ഞങ്ങളെ ദുആക്ക് ഉത്തരം നൽകണേ അല്ലാ. പടച്ച റബ്ബേ, ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ, തിരൂരിൽ നിന്ന് പ്രിയപ്പെട്ട ബീവി എന്ന് പറയുന്ന ഉമ്മ, പടച്ച റബ്ബേ, 3ാമത്തെ സ്റ്റേജിലാണ് ക്യാൻസർ എത്തി നിൽക്കുന്നത്. ഈ അടുത്ത് സർജറി നടക്കുകയാണ്. റബ്ബേ, കാമിലായ ശിഫാ നൽകണേ അല്ലാ. അതുപോലെ ക്യാൻസർ ബാധിച്ച്, ബ്ലഡ് ക്യാൻസർ ബാധിച്ച് വളരെയേറെ പ്രയാസപ്പെടുന്നവരുണ്ട്. റബ്ബേ, അല്ലാഹുവേ, നീയാണ് രോഗം നൽകിയത്, ശിഫാ നൽകണേ അല്ലാ. ട്യൂമർ ഉള്ളവരുണ്ട്, ശിഫാ നൽകണേ അല്ലാ. എന്റെ വീട്ടിൽ വന്ന് തലയിൽ ട്യൂമറാണ്, തങ്ങൾ ദുആ ചെയ്യണം. അല്ലാഹുവേ, പടച്ച റബ്ബേ, ഈ രോഗം മാറിയിട്ടില്ല എങ്കിൽ പെട്ടെന്ന് തന്നെ ഈമാനിലായി ഞാനൊന്ന് മരിച്ചു കിട്ടണം. പടച്ച റബ്ബേ, അതിനു വേണ്ടി ദുആ കൊണ്ടറിയിച്ച ഉമ്മമാരുണ്ട്. അല്ലാ, അത്രയേറെ വേദന സഹിച്ചിട്ടാണ് പലരും രോഗികളായി കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. വെന്റിലേറ്ററിലുള്ളവരുണ്ട്, ഐസിയുൽ കിടക്കുന്നവരുണ്ട്. നീ ശിഫ നൽകണേ അല്ലാ. കാമിലായ അജിലായ ശിഫ നീ നൽകണേ അല്ലാ. താങ്ങാൻ കഴിയാത്ത ജനങ്ങൾ അറത്തു പോകുന്ന രോഗങ്ങളെ കൊണ്ട് ഞങ്ങളെ ഒരാളെയും നീ പരീക്ഷിക്കല്ലേ അല്ലാ. എല്ലാം അറിയുന്ന, എല്ലാം കാണുന്ന റബ്ബേ, ഞങ്ങളെ കാൽപാദം മുതൽ മൂർനാവ് വരെ ശരീരത്തിന്റെ ഏതൊക്കെ ഭാഗങ്ങളിൽ എന്തൊക്കെ രോഗങ്ങളുണ്ടോ അല്ലാഹുവേ, നീ കാമിലായ ശിഫാ നൽകണേ അല്ലാ. അജിലായ ശിഫാ നൽകണേ അല്ലാ. പടച്ച റബ്ബേ, രോഗങ്ങൾ കാരണം നീ ഞങ്ങളെ വലക്കല്ലേ അല്ലാ. നിത്യേന ഹോസ്പിറ്റലുകളിൽ കയറിയിറങ്ങുന്ന എത്രയോ രോഗികളുണ്ട് റബ്ബേ. അല്ലാഹുവേ, ശിഫ നൽകണേ അല്ലാ. ചെറിയ ചെറിയ മക്കൾക്ക് മാരകമായ രോഗങ്ങൾ വന്ന് അല്ലാഹുവേ ചികിത്സിക്കാൻ പണമില്ലാതെ നാട്ടുകാരുടെ അടുക്കൽ കൈനീട്ടുന്ന ഈ ഗതികേടിലുള്ള പല കുടുംബങ്ങളുണ്ടല്ലോ. അവർക്കൊക്കെ നീ സലാമത്ത് നൽകണേ അല്ലാ. അത്തരത്തിലുള്ള ഒരു രോഗം ഞങ്ങളിൽ ഒരാൾക്കും നൽകല്ലേ അല്ലാ. അല്ലാഹുവേ, ചികിത്സിക്കാൻ വേണ്ടി പിരിവെടുത്ത് അല്ലാഹുവേ ചികിത്സിക്കേണ്ട അവസ്ഥയിലേക്കുള്ള രോഗങ്ങളെ കൊണ്ട് ഞങ്ങളിൽ ഒരാളെയും നീ പരീക്ഷിക്കല്ലേ അല്ലാ. നിന്റെ തീരുമാനം എപ്പോഴാ, നിന്റെ അചഞ്ചലമായ തീരുമാനത്തിന് എപ്പോഴാ ഞങ്ങൾ അടിമപ്പെടുക എന്നറിയില്ല. അല്ലാഹുവേ, വല്ല മോശപ്പെട്ട കാര്യങ്ങളും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനിരിക്കുന്നുവെങ്കിൽ ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് തട്ടി നീക്കണേ അല്ലാ. എല്ലാ ബലാ മുസീബത്തുകളിൽ നിന്നും നൂറുൽ ഹുദാ കുടുംബത്തെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. അല്ലാമുൽ ഗുയൂബായ രാജാതിരാജനായ റബ്ബേ, കടങ്ങൾ പെരുകി എന്തു ചെയ്യുമെന്നറിയാതെ പലരും വിഷമത്തിലാണ്. നിന്നെ കണ്ടുകൊണ്ട് വാങ്ങിച്ചതാണ് റബ്ബേ. നീയാണ് പണമുള്ളവൻ, നിന്റെ കയ്യിലാണ് ഖജനാവുള്ളത്. ആവശ്യമുള്ളത് ഞങ്ങൾക്ക് തരണേ അല്ലാ. അല്ലാഹുവേ, നിന്നെ മറന്നുകൊണ്ട് അടിച്ചു പൊളിച്ച് ജീവിക്കാനല്ല അല്ലാഹുവേ, ഉള്ള കഞ്ഞി അത് ബറക്കത്തോടുകൂടെ കഴിക്കാൻ, ആ നിലക്കെങ്കിലും ജീവിക്കാൻ സമ്പത്ത് നൽകണേ അല്ലാ. നിന്റെ ദീനിനെ സഹായിക്കാൻ, ദീനിന് ഒരുപാട് ഉപകാരപ്പെടുന്ന നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ, യതീംഖാനകളെ സഹായിക്കാൻ, പാവപ്പെട്ട യതീമായ മക്കളെ കെട്ടിച്ചു വിടാൻ, അതുപോലെ നല്ല പ്രവർത്തനങ്ങൾക്ക് ഞങ്ങളെ കയ്യിൽ ധാരാളം സമ്പത്ത് നൽകണേ അല്ലാ. നീ തന്ന സമ്പത്ത് കൊണ്ട് നിന്നെ മറക്കുന്ന അവസ്ഥയിലേക്ക് ഞങ്ങളെ ഒരാളെയും എത്തിക്കല്ല റഹ്മാനെ. പടച്ച റബ്ബേ, മല പോലെ വരുന്ന മുസീബത്തുകള് ഞങ്ങളിലേക്ക് എത്തുമ്പോ മഞ്ഞുപോലെയാക്കണേ അല്ലാ. അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, പെടുമരണങ്ങളിൽ നിന്ന്, ദുർമരണങ്ങളിൽ നിന്ന്, മോശപ്പെട്ട മരണങ്ങളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളെ കുടുംബങ്ങളെയും കാത്ത് രക്ഷിക്കണേ അല്ലാ. പടച്ച റബ്ബേ, മക്കളില്ലാത്തവർക്ക് നീ മക്കളെ നൽകണേ അല്ലാ. നീ തന്ന മക്കളെയൊക്കെ നന്നാക്കി തരണേ അല്ലാ. ദീനീബോധമുള്ള, അച്ചടക്കമുള്ള, ഒതുക്കമുള്ള മാതാപിതാക്കൾ പറഞ്ഞതനുസരിക്കുന്ന അല്ലാഹുവേ, മുതിർന്നവരെ ബഹുമാനിക്കുന്ന, പരിഗണിക്കുന്ന നല്ല മക്കളാക്കി ഞങ്ങളെ മക്കളെ മാറ്റണേ അല്ലാ. ഞങ്ങളെ മക്കളെ ഞങ്ങൾക്കൊന്ന് നന്നാക്കി തരണേ അല്ലാ. അവരെ ഭൗതിക ആത്മീയ പഠനങ്ങളിലൊക്കെ പുരോഗതി നൽകണേ അല്ലാ. അല്ലാഹുവേ, ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ മക്കൾ പരാജയപ്പെടുത്തല്ലേ അല്ലാ. അല്ലാഹുവേ, വരുന്ന എക്സാമുകളിൽ SSLC എക്സാം, +2 എക്സാം, അതുപോലെയുള്ള നീറ്റ് എക്സാം തുടങ്ങിയ എല്ലാ പരീക്ഷകളിലും ഞങ്ങളെ മക്കളെ വിജയിപ്പിക്കണേ അല്ലാ. ഭാഷ
പഠിക്കുന്ന മക്കളുണ്ട് റബ്ബേ, എല്ലാവരെയും നീ വിജയിപ്പിക്കണേ അല്ലാ. ഞങ്ങൾക്ക് നിന്റെ അടുക്കൽ ഒരു സ്ഥാനവുമില്ല, ഞങ്ങൾ നിന്റെ അടുക്കൽ ഒന്നിനും കൊള്ളാത്തവരാണ് റഹ്മാനെ. നിന്റെ അടുക്കൽ സ്ഥാനമുള്ള വലിയ പദവിയുള്ള മഹാന്മാരെ ഞങ്ങൾ മുൻനിർത്തുകയാണ്. ഞങ്ങളെ ദുആക്ക് ഉത്തരം നൽകണേ അല്ലാ. അല്ലാഹുവേ, നല്ലത് സംസാരിക്കുന്ന, നല്ലത് കാണുന്ന, നല്ലത് കേൾക്കുന്ന, നല്ലത് ചിന്തിക്കുന്ന നല്ല മക്കളാക്കി ഞങ്ങളെ മക്കളെ മാറ്റണേ അല്ലാ. മോശപ്പെട്ട കൂട്ടുകെട്ടുകളിൽ നിന്ന്, ലഹരികൾ കടിമപ്പെടുന്ന, കള്ളു കുടിച്ച് നാലുകാലിൽ വീട്ടിലേക്ക് കയറി വന്ന് മാതാപിതാക്കളെ ആക്രമിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഞങ്ങളെ മക്കളെ കാത്തുരക്ഷിക്കണേ അല്ലാ. സമൂഹത്തിൽ ഞങ്ങളെ കുടുംബത്തിന്റെ ഇസ്സത്ത് താറുമാറാക്കുന്ന മക്കളാക്കി ഞങ്ങളെ മക്കളെ മാറ്റിക്കളയല്ലേ അല്ലാ. ഞങ്ങളെ മക്കളെ കൊണ്ട്, പേരമക്കളെ കൊണ്ട് ഞങ്ങളെ കുടുംബത്തിനൊരു ചീത്ത പേര് നീ ഉണ്ടാക്കി തരല്ലേ അല്ലാ. പടച്ച റബ്ബേ, നല്ല ഇസ്സത്തോടുകൂടെ ജീവിച്ച പൂർവികരാണ് ഞങ്ങൾക്കുള്ളത്. ആ ഇസ്സത്ത് നിലനിർത്തുന്ന മക്കളാക്കി ഖിയാമത്ത് നാളെ വരെ ഞങ്ങളെ പരമ്പരകളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ആര് ഞങ്ങളെ പരിഹസിച്ചാലും, ആര് ഞങ്ങളെ അവഗണിച്ചാലും, ആര് ഞങ്ങളെ കുറ്റപ്പെടുത്തിയാലും, ആര് ഞങ്ങളെ ഒറ്റപ്പെടുത്തിയാലും, തരം താഴ്ത്തിയാലും നീ ഞങ്ങളോടൊപ്പം ഉണ്ടല്ലോ റഹ്മാനേ. ഞങ്ങൾ നിന്നെ കാണാൻ കഴിയാത്തവരാണ്, നീ എപ്പോഴും ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഓരോ സെക്കൻഡുകളും ഓരോ ചലനങ്ങളും നീ വീക്ഷിക്കുന്നുവല്ലോ റഹ്മാനേ. എല്ലാ കാര്യങ്ങളും ഭംഗിയാക്കി തരണേ അല്ലാ. നീ പരീക്ഷിക്കല്ലേ അല്ലാ. വീടില്ലാത്തവരുണ്ട്, വീട് നൽകണേ അല്ലാ. വിവാഹപ്രായമെത്തിയിട്ട് നടക്കാത്തവരുണ്ട്, ഖൈറായ ബന്ധങ്ങളിലേക്ക് ഞങ്ങൾ അടുപ്പിക്കണേ അല്ലാ. സന്തോഷമുള്ള റാഹത്തുള്ള ജീവിതം ഞങ്ങളിൽ ഓരോരുത്തർക്കും നീ നൽകണേ അല്ലാ. മക്കളെ കെട്ടിച്ച് വിട്ടിട്ട് അല്ലാഹുവേ, ആ വീട്ടിൽ വല്ലാത്ത പ്രയാസമാണ്, കുത്തുവാക്കുകളാണ്, നോവിക്കലാണ്, വല്ലാത്ത ഇടങ്ങേറാക്കലാണെന്ന് പറഞ്ഞ് എത്രയോ അല്ലാഹുവേ ചെറിയ ചെറിയ പെൺകുട്ടികളുണ്ട്. സന്തോഷം നൽകണേ അല്ലാ, സമാധാനം നൽകണേ അല്ലാ. ഞങ്ങളെ കയ്യിൽ പണമോ അല്ലാഹുവേ ഭക്ഷണം കൊടുക്കാനില്ലാത്തത് കൊണ്ടോ അല്ല ഞങ്ങൾ കെട്ടിച്ചു വിട്ടത്. അവർക്ക് നല്ലൊരു ജീവിതം വേണം, അവർക്ക് സന്തോഷമുള്ളൊരു ജീവിതം വേണം. അതാഗ്രഹിച്ചിട്ടാണ് ഞങ്ങളെ മക്കളെ ഞങ്ങൾ കെട്ടിച്ചു വിടുന്നത്. അവർക്ക് കയറി ചെല്ലുന്ന വീടുകളിൽ സമാധാനം നൽകണേ അല്ലാ. കുത്തുവാക്കുകളിൽ നിന്ന് ഞങ്ങളെ മക്കളെ കാക്കണേ അല്ലാ. ഞങ്ങളെ പേരമക്കളെ കാക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ച റബ്ബേ, പലരും മരണപ്പെട്ട് ഖബറിലുണ്ട്. കാരാകുർശിയുള്ള പ്രിയപ്പെട്ട ഉമ്മ, ആ ഉമ്മയുടെ മരുമകളടക്കം പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. പ്രത്യേകം ദുആ കൊണ്ട് അറിയിക്കുന്ന ഉമ്മയാണ് റഹ്മാന്. അവരുടെ മകള് അല്ലാഹുവേ പേരക്കുട്ടി കല്യാണം കഴിഞ്ഞു പോയിട്ടുണ്ട്, സന്തോഷത്തിലാക്കണേ അല്ലാ. അങ്ങനെ പലരും വീട്ടിൽ വരുന്നവരുണ്ട്. വടകരയിൽ നിന്ന് ഇന്ന് വന്ന കുടുംബമുണ്ട് അല്ലാഹുവേ, പടച്ച റബ്ബേ. അങ്ങനെ പല സ്ഥലങ്ങളിലായി, തിരൂരിൽ നിന്നായി വന്നവരുണ്ട് അല്ലാഹുവേ, മേലാറ്റൂരിൽ നിന്ന് വന്നവരുണ്ട്. എല്ലാവർക്കും നീ ഖൈർ നൽകണേ അല്ലാ, ബറക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ സ്ഥാപനത്തിന്റെ അല്ലാഹുവേ സ്ഥാപനത്തിലേക്ക് കയറി വന്ന് യതീമായ മക്കളെ മുമ്പിൽ ഇരുന്ന് ദുആ ചെയ്ത് അവർക്ക് ഭക്ഷണം വെച്ചു കൊടുത്ത് അവർക്ക് അവരുടെ ആവശ്യങ്ങൾക്കുള്ള പണം അവിടെ ഏൽപ്പിച്ചു തന്ന ഒരുപാട് നൂറുൽ ഹുദാ കുടുംബമുണ്ട് റഹ്മാനെ. അവിടെ കൊടുക്കുന്ന അരിയിലേക്ക് സംഭാവനകൾ നൽകുന്നവരുണ്ടല്ലോ. എത്രയോ മാസങ്ങളായി അല്ലാഹുവേ, ഏകദേശം ഒരു വർഷത്തിലേറെയായി ഞങ്ങളെ നൂറുൽ ഹുദാ മജ്ലിസ് എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ച പാവങ്ങൾക്ക് കിറ്റ് വിതരണം ചെയ്യുന്നു റഹ്മാനെ, അരി കൊടുക്കുന്നുണ്ട്. അതെല്ലാം ഞങ്ങളെല്ലാവരെയും നന്മക്കാക്കണേ അല്ലാ. ഈ ചെയ്യുന്ന അമലുകള് നാളെ ആരോരുമില്ലാതെ ഒറ്റക്ക് കിടക്കുന്ന ഖബറിൽ തുണയാക്കണേ അല്ലാ, വലിയ കാവലാക്കണേ അല്ലാ, വലിയ സന്തോഷമാക്കണേ അല്ലാ. ഞങ്ങളെ സ്ഥാപനത്തിലെ മക്കളെ അല്ലാഹുവേ, ഏപ്രിൽ 11-ാം തീയതി വരുന്ന കല്യാണത്തിലേക്ക് പന്തല്ലൂരുള്ള പ്രിയപ്പെട്ട ഉമ്മ അവരുടെ കാതിലുള്ള കമ്മല് തരാമെന്ന് ഏറ്റിട്ടുണ്ട് റബ്ബേ. നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. അതുപോലെ നിലമ്മലുള്ള ഫാത്തിമ എന്ന് പറയുന്ന പൊന്നോള് മരണപ്പെട്ടു പോയി റഹ്മാന്. ആ മോളുടെ കാതിലുള്ള കമ്മല് എന്റെ കയ്യിൽ കൊണ്ടുവന്നതെന്ന് ആ മക്കളുടെ കല്യാണത്തിന് കൊടുക്കണേ എന്ന് പറഞ്ഞ പ്രിയപ്പെട്ട മാതാപിതാക്കളുണ്ട് റബ്ബേ. അവർക്കൊക്കെ നീ ഖൈർ നൽകണേ അല്ലാ, ബറക്കത്ത് നൽകണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ. അതുപോലെ പലരുടെയും മനസ്സിലെ അല്ലാഹുവേ, യതീമായ മക്കളുടെ വിവാഹത്തിലേക്ക് സംഭാവനകൾ നൽകണമെന്നുള്ള ആഗ്രഹമുണ്ട് റബ്ബേ. അതിനൊക്കെ സാധിപ്പിക്കണേ അല്ലാ. അതിൽ നേരിട്ട് വന്ന് പങ്കെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്, തൗഫീഖ് നൽകണേ അല്ലാ.
ഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങളെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാ. മഖബൂലായ മബ്റൂറായ ഹജ്ജ് ഉംറ മർദിയായ സിയാറത്തിനുള്ള അവസരം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, മരിക്കുന്ന നേരം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കലിമ ചൊല്ലി പുന്നാര ഹബീബിന്റെ പൂ പോലെയുള്ള പൂമുഖം കണ്ട് മരിക്കാൻ സാധുക്കളായ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. സാധുക്കളായ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. ഞങ്ങളെ ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടുത്തണേ അല്ലാഹ്. മഹ്ശറയിലുള്ള ഭയാനകമായ അവസ്ഥകളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, സിറാത്ത് പാലം മിന്നൽ വേഗതയിൽ വിട്ടുകടക്കാൻ, വലതു കൈ കൊണ്ട് കിതാബ് വാങ്ങിക്കാൻ, ഹൗലുൽ കൗസർ കുടിക്കാൻ, അർശിന്റെ തണൽ ലഭിക്കാൻ, അല്ലാഹുവേ, നന്മ തിന്മ നോക്കുമ്പോ നന്മയുടെ ഭാരം തൂങ്ങാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഭാഗ്യം നൽകണേ അല്ലാഹ്. അവസാനത്തെ മരണം മദീനയിലാകണമെന്ന് ആഗ്രഹമുള്ള ത്വാഹിറ ഉമ്മ ഉൾപ്പെടെ പല ഉമ്മമാരുണ്ട് റബ്ബേ. അവർക്കൊക്കെ നീ ദീർഘായുസ്സും ആഫിയത്തോടുകൂടെ നൽകണേ അല്ലാഹ്. ഞങ്ങളെല്ലാവരെയും നിന്റെ സ്വാലിഹീങ്ങളായ സ്വാലിഹത്തായ അടിമകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. നൂറുൽ ഹുദാ മജ്ലിസിനെ നീ ഏറ്റെടുക്കണേ അല്ലാഹ്. ഈ മജ്ലിസിന്റെ കീഴിൽ ധാരാളം സ്വലാത്തുകൾ മദീന മുനവ്വറയിലേക്ക് സമർപ്പിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. ഞങ്ങൾ കാരണം അസ്മാഉൽ ഹുസ്ന ചൊല്ലുന്ന ഒരുപാട് ആളുകളെ ഞങ്ങളിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഈ മജ്ലിസ് ഒരു വീട്ടിലിരുന്ന് അയൽവാസികൾ മുഴുവനും വന്നിരുന്ന് കാണുന്ന വീടുകളുണ്ട്, കുടുംബം മൊത്തത്തിലിരുന്ന് കാണുന്നവരുണ്ട്. അല്ലാഹുവേ, അല്ലാഹുവേ, പടച്ചറബേ, കുടുംബത്തിൽ ആർക്കും ഈ മജ്ലിസ് കാണുന്നത് ഇഷ്ടമില്ല, ഇങ്ങനത്തെ കാര്യങ്ങളോട് താല്പര്യമില്ല. അല്ലാഹുവേ, എന്നിരുന്നാലും ഒറ്റക്കിരുന്ന് അല്ലാഹുവേ വീട്ടിൽ തനിയെ ഇരിക്കുന്ന സമയത്ത് മജ്ലിസ് കാണുന്നവരുണ്ട്. ഖൈറ് നൽകണേ അല്ലാഹ്. എല്ലാവരുടെ സദുദ്ദേശങ്ങളും നിറവേറ്റണേ അല്ലാഹ്. ഞങ്ങളെ മനസ്സുകൾക്ക് സന്തോഷം നൽകണേ അല്ലാഹ്. റബ്ബനാ അതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിബറകതി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലീം. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു നമ്മളെ കബൂലാക്കട്ടെ. നിങ്ങളെല്ലാവരും പരസ്പരം ദുആ ചെയ്യുക. ഒരുപാട് വിഷമങ്ങളുള്ളവരുണ്ട്. സ്വലാത്ത് എല്ലാവരും 100 പൂർത്തിയാക്കി ചൊല്ലിയിട്ട് കടന്നുറങ്ങുക. ഇത് റസൂലുള്ളാഹിന്റെ മാസമാണെന്നുള്ള ബോധം ഞാൻ പറയേണ്ടതില്ല, എല്ലാവരും ചെയ്യുന്ന ആളുകൾ തന്നെയാണ്. അല്ലാഹു ബർക്കത്ത് നൽകട്ടെ, അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. നമ്മളെ സ്ഥാപനത്തിൽ 25-ാം തീയതി കൊടുക്കുന്ന അരി വിതരണത്തിലേക്ക് നിങ്ങളെ കൊണ്ട് കഴിയുന്നതൊക്കെ നിങ്ങൾ ചെയ്യുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. 97 78 75 41 17 ഈ നമ്പറിൽ നിങ്ങൾ ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പൈസ ഇവിടെ എത്തും. നമ്മളെ സ്ഥാപനത്തിൽ കഴിഞ്ഞ മാസം 100 ആളുകളാണ് നമ്മൾ കൊടുക്കുന്ന അരി വാങ്ങിച്ചുകൊണ്ട് പോയി കഴിക്കുന്നത്, വെച്ച് കഴിക്കുന്നത്. ഒരാൾ നമ്മൾ കൊടുക്കുന്ന പണം കൊണ്ട്, അതും പ്രത്യേകമാക്കപ്പെട്ട ഈ പുണ്യമാസങ്ങളിലൊക്കെ ഒരു വറ്റ് കഴിച്ചാൽ അതിൻ്റെ ഉപകാരം നമുക്ക് വല്ലാണ്ട് കിട്ടും. അതുപോലെ തന്നെ പാവങ്ങളായ യത്തീമായ മക്കളാണ് നമ്മൾ കൊടുക്കുന്നതൊക്കെ കഴിക്കുന്നത്. ഒരുപാട് പേര് യത്തീംഖാനയിലേക്ക് സംഭാവന ചെയ്യണം, അവിടുത്തെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവരുണ്ട്. ഇന്നൊരു ഉമ്മ, അവരുടെ ഉമ്മാന്റെ ആണ്ട്, ഉപ്പ വയ്യാണ്ട് ഹോസ്പിറ്റലിലാണ്, അവരെ ഉമ്മാന്റെ ആയിട്ടുണ്ട്. അവർക്ക് മൊത്തത്തിൽ സ്ഥാപനത്തിൽ വന്ന് മക്കൾക്ക് ഭക്ഷണം കൊടുത്ത് ദ്വാ ചെയ്യിപ്പിക്കണം എന്ന് വലിയ ആഗ്രഹമുണ്ട്. സാമ്പത്തികമായിട്ട് ചെറിയൊരു പ്രയാസത്തിലാണ്, മനസ്സിൽ ആഗ്രഹമുണ്ട്. ആ ആഗ്രഹമുള്ളവർക്കും അള്ളാഹു അതിൻ്റെ ഉപകാരം നൽകും. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവെ സഹായിക്കുന്ന, സഹകരിക്കുന്ന ഞങ്ങളുടെ സ്ഥാപനത്തോട് അള്ളാഹു പല നിലക്ക് കൂറുള്ള, സ്നേഹമുള്ള ഒരുപാട് ആളുകളുണ്ട്. എല്ലാവർക്കും നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഇന്ന് ഒരു ഉസ്താദ് പ്രസംഗിക്കുന്നത് കേട്ട് ഞാനത് വീഡിയോ ആക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. ഉമ്മാനെയും കൊണ്ട് ഹോട്ടൽ ഉദ്ഘാടനം ചെയ്യിപ്പിച്ചപ്പോൾ അങ്ങനെ കുറെ ആളുകളുണ്ട്. ഇപ്പോൾ ഉമ്മാനെയും കൊണ്ട് ഹോട്ടൽ ഉദ്ഘാടനം ചെയ്യിപ്പിക്കുന്ന ആളുകൾ, അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഉസ്താദുമാരും തങ്ങന്മാരും വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് പൈസ കൊടുക്കേണ്ടി വരും. ആ കാരണം കൊണ്ട് ഉമ്മാക്കാണെങ്കിൽ പിന്നെ ഒന്നും കൊടുക്കണ്ടല്ലോ എന്ന് മനസ്സിലാക്കി ഉമ്മാനെയും കൊണ്ട്
ഉദ്ഘാടനം ചെയ്യിപ്പിക്കുന്ന ആളുകളുണ്ട് എന്നുള്ളൊരു സംസാരം ഞാനിന്ന് കേട്ടു. ഒരാളും അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. പള്ളിയിലെ ഉസ്താദിന് പൈസ കൊടുക്കാൻ മടിച്ചിട്ട് ഉമ്മാനെയും കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുക അങ്ങനെയുള്ള ഒരാളും ഇന്നത്തെ നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഉമ്മാനെയും കൊണ്ട് ഒരാൾ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അത്രമാത്രം അയാൾക്ക് ഈമാൻ ഉള്ളത് കൊണ്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. പിന്നെ ആ ഉസ്താദ് പറഞ്ഞ ഒരു കാര്യം, നമ്മളെ ഉമ്മ ചെറുപ്പക്കാരത്തിയാണെങ്കിൽ, പ്രായമുള്ള ഉമ്മയാണെങ്കിൽ ആ ഉമ്മാനെ നോക്കിയിട്ട് ആരാണ് വേറുള്ള കണ്ണുകൊണ്ട് കാണുക? പ്രായമുള്ള ഉമ്മമാര് അങ്ങനെ ആരും കാണൂല. ചെറുപ്പക്കാരത്തികളായ ഉമ്മമാരാണെങ്കിൽ ഇപ്പൊ ഞാൻ 27 വയസ്സാണ് എനിക്ക്. എൻ്റെ ഉമ്മാക്ക് 45 വയസ്സ്. ഞാനൊരു സംരംഭം തുടങ്ങുമ്പോൾ എൻ്റെ ഉമ്മാനെയും കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുക, അത് ശരിയല്ല. കാരണം എന്താ? ശരിയാണ് എപ്പോ ശരിയാകും? ആരുമില്ല. ഉമ്മാക്ക് കാണാൻ പറ്റുന്ന ആളുകളെ ഉള്ളൂ, ഉമ്മാനെ കാണാൻ പറ്റുന്ന ആളുകളെ ഉള്ളൂ അവിടെ ഉള്ളത് എങ്കിൽ കുഴപ്പമില്ല. അതല്ലാതെ നമ്മുടെ ഉമ്മാനെ ഒരുപാട് ആളുകൾ കൂടുന്ന അന്യപുരുഷന്മാരൊക്കെ ഉള്ള സദസ്സിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അങ്ങനെ ഒരു ഉദ്ഘാടനം ചെയ്യിപ്പിക്കണം, അതിനോട് നമ്മൾ എതിർപ്പ് തന്നെയാണ്. പക്ഷെ ഉമ്മാക്ക് മഹത്വമല്ല, ഉമ്മാക്ക് ഒരു മഹത്വമല്ല എന്നുള്ള നിലക്കുള്ള സംസാരം ഞാൻ ഇന്ന് കേട്ടത്. അങ്ങനെ നമ്മൾ പറയാനും പാടില്ല. അങ്ങനെ ആരെങ്കിലും ആ പറഞ്ഞത് കേട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ മനസ്സിലാക്കാനും പാടില്ല. നമുക്കെല്ലാം നമ്മുടെ ഉമ്മ തന്നെയാണ്. അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്. ഉമ്മാന്റെ അടുക്കൽ ആ സ്ഥാനത്തിലേക്ക് വേറെ ആരും എത്തൂല. അള്ളാന്റെ റസൂലും കഴിഞ്ഞ നമ്മുടെ ഉമ്മ തന്നെയാണ്. ആ ഉമ്മ തന്നെയാണ്. ആ ബോധം എപ്പോഴും എല്ലാവരും മനസ്സിലുണ്ടാകുക. അള്ളാഹു സ്വീകരിക്കട്ടെ. മനസ്സറിഞ്ഞ് സ്നേഹിച്ചോളിയും നമ്മളൊക്കെ രക്ഷപ്പെടും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഓരോ കാര്യങ്ങൾക്ക് ഒരു കുഴപ്പം വരുത്താതെ നന്നായി നമ്മളെ കിട്ടുന്നത് പോലെ നമ്മൾ ഓരോ പരിചരിച്ചാൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.